അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കോടതി വരാന്തയിൽ നിന്ന് അതാ എല്ലാവരും താഴത്തേക്ക് ഇറങ്ങി. എല്ലാവരും വീട്ടിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ ഐഷുമ്മ ഹൃദയം പൊട്ടി അപ്പോഴും പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയായിരുന്നു. അല്ലാഹുവേ റഹ്മാനെ, ഇനി ഒരിക്കലും പുത്തൻ വീട് തറവാടിനെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. എന്നാൽ സൗദ ഒരു ഭാഗത്ത് മിണ്ടാതെ നിൽക്കുകയായിരുന്നു. അതെ, ഉമ്മയും നവാസ്കയും കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെ അവൾ കണ്ടപ്പോൾ അവളുടെ മനസ്സിന്റെ ഉള്ളിൽ ചെറിയൊരു സങ്കടവും വേദനയും ഉണ്ടായിരുന്നെങ്കിലും അതിലേറെ പ്രായശ്ചിത്തമാണ് ഉണ്ടായിരുന്നത്. കാരണം താൻ ചെയ്തതും കാട്ടിക്കൂട്ടിയതും എല്ലാം ആലോചിച്ചപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ സൗദയുടെ മനസ്സും വല്ലാതെ അങ്ങ് അലിഞ്ഞിരുന്നു. അതെ, ആ ഉമ്മ നവാസ്കയെ കെട്ടിപ്പിടിച്ച് കണ്ണീരൊഴുക്കുന്നത് കണ്ടപ്പോൾ പാവം, എന്തൊക്കെ തന്നെയാലും ഉമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധം എത്രത്തോളമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഒരു നിമിഷം അവൾ അവളുടെ ഉമ്മയെ ഓർത്ത്, കുഞ്ഞിക്കതിയെ, അതെ എന്നോട് ഒരു നല്ല രീതിയിൽ നല്ലൊരു വാക്ക് പോലും പറയാത്ത എൻ്റെ ഉമ്മ, അതെ പല രീതിയിലും എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചു പണത്തിന് വേണ്ടി. റബ്ബേ, ഇങ്ങനെയും ഉണ്ടാവുമല്ലോ ഉമ്മയും മക്കളും. അല്ലെങ്കിൽ ഉമ്മമാര് പല രീതിയിലുണ്ട്, സ്നേഹമുള്ളവരും സ്നേഹമില്ലാത്തവരും. ഇതിപ്പോ കണ്ടില്ലേ, നവാസ്കയുടെ ഉമ്മക്ക് എത്രമാത്രം സ്നേഹമാണ് മക്കളോട്. മക്കളോടെന്നല്ല, മരുമക്കളോടും അങ്ങനെ തന്നെ. ഞാനൊക്കെ എന്ത് തന്നെ ചെയ്താലും എന്നെ സൗദ മോളെ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് എപ്പോഴും. എനിക്കൊക്കെ വേണ്ടി എപ്പോഴും നല്ലത് മാത്രമേ ഉമ്മ ചിന്തിച്ചിട്ടുള്ളൂ. എന്നാൽ ആ ഉമ്മയെക്കുറിച്ചൊക്കെ ഞാൻ ഓരോന്ന് വിചാരിച്ചതൊക്കെ ശരിക്കും പറഞ്ഞ സൗദിയുടെ മനസ്സിൽ വല്ലാത്തൊരു പശ്ചാത്താപം തോന്നുകയാണ്. ഏതായാലും മക്കളെ, അൽഹംദുലില്ലാ, മോളെ റിസ്വാന വക്കീലിനോടൊക്കെ ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു. ഉമ്മ അതൊന്നും വേണ്ട, നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി, മുഹ്സിൻ തങ്ങളും പറഞ്ഞു. അതെ, റിസ്വാന മോള് ഒന്നുകൊണ്ടുമല്ല കേസിൻ്റെ കാര്യത്തിൽ ഇടപെട്ടത്. അവൾക്കൊക്കെ വേണ്ടത് പ്രാർത്ഥനയാണ്, വേറെ ഒന്നുമല്ല. ആയിക്കോട്ടെ, പൊന്നു മോൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. നോക്കി, ഈ ദുനിയാവിലും ആഖിറത്തിലും മോള് രക്ഷപ്പെടും. ഐഷുമ്മയുടെ പ്രാർത്ഥന അതായിരുന്നു. എല്ലാവരും കേസ് കഴിഞ്ഞ് മടങ്ങുവാൻ വേണ്ടി നിൽക്കുകയാണ്. പലരും വണ്ടി സ്റ്റാർട്ടാക്കി പോകാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു കരച്ചിൽ കേട്ടത്. ഒരു നിമിഷം ഞെട്ടിപ്പോയി. എല്ലാവരും കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് നോക്കി. എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ, അറിയാതെ തെറ്റിപ്പറ്റി പോയതാണേ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഒരു സ്ത്രീ ഓടി വരുന്നു. ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഞെട്ടി. അത് കുഞ്ഞിക്കതിയല്ലേ? കുഞ്ഞിക്കതിയ നേരെ വരുന്നത് അതാ ഐഷുമ്മയുടെ അരികിലേക്കായിരുന്നു. ഐഷുമ്മ, ഐഷുമ്മ, എന്നോട് പൊറുക്കണം ഐഷുമ്മ എന്ന് പറഞ്ഞു ഐഷുമ്മയുടെ കാൽക്കൽ അതാ കുഞ്ഞിക്കതിയ വീഴുകയാണ്. ഇന്നെ ഇനിയും ജയിലിൽ കൊണ്ടുപോകാൻ നിങ്ങൾ പറയല്ലേ, ദയവായി, ഞാൻ അവിടെ മടുത്തക്കണം എനിക്ക്. ഇനി എന്നെ ജയിലിൽ കൊണ്ടുപോകല്ലേ. ഇനി എന്നെ കൊണ്ടായാലും പഴയ സെല്ലിലേക്കൊന്നല്ല, വേറെ ഒരു കാറ്റും വെളിച്ചും ഇല്ലാത്തോടത്ത് കഴിക്കാൻ എന്നെ കൊണ്ട് ഞാൻ ആവൂല. പ്ലീസ് നിങ്ങളൊന്ന് പറയും. ഐഷുമ്മയുടെ കാൽക്കൽ വീണ് അതാ കുഞ്ഞിക്കതിയ പൊട്ടിക്കരയുന്നു. എന്നാൽ ഐഷുമ്മ ഒരു നിമിഷം വിചാരിച്ചു, റബ്ബേ, എന്തൊക്കെ തന്നെയാലും എന്നെ പോലുള്ളൊരു സ്ത്രീ തന്നെയല്ലേ ഇത്. ഹേയ്, കുഞ്ഞിക്കതി എന്താ ഇങ്ങനെ കിടന്ന് കരയുന്നത്? എഴുന്നേൽക്കിങ്ങളെ. എന്നാൽ രണ്ട് പോലീസുമാർ പിന്നാലെ വന്നു. അതെ, ഇവർ രക്ഷപ്പെട്ട് ഓടുകയാണ്. എന്നാൽ ഐഷുമ്മ പറഞ്ഞു, ഇവർ ചെയ്ത തെറ്റിന് ഒരു നിമിഷം എല്ലാവരും ഐഷുമ്മയുടെ മുഖത്തേക്ക് നോക്കി. അതെ, മാപ്പ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, അവരെ വെറുതെ വിടാം. പക്ഷേ അതല്ല. അവർ ചെയ്ത കുറ്റത്തിന് മാപ്പ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ചെയ്ത നിരപരാധികളെ കേസിൽ കുടുക്കി എന്നതിൻ്റെ പേരിൽ നിങ്ങൾ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇവരെ വെറുതെ വിടാം. പക്ഷേ ഇവർ ചെയ്ത തെറ്റ് അത് മാത്രമല്ല. എന്നാൽ അതാ ഐഷുമ്മ പറയുന്നു, ഏതായാലും ഇത്രയൊക്കെ ജയിലിൽ കിടന്നില്ലേ, ഇനി മതി. ഇനി ഒരു തെറ്റും ചെയ്യൂല എന്നുണ്ടെങ്കിൽ വെറുതെ വിട്ടൂടെ. ശരിക്കും കുഞ്ഞിക്കതിയുടെ ആ ഒരു കരച്ചിൽ കേൾക്കുമ്പോൾ ആർക്കും ഒന്ന് അലിഞ്ഞു പോവും, കരൾ അലിഞ്ഞു പോവും. എന്നാൽ സൗദ അതെ ഉമ്മയെ നോക്കിയത് പോലുമില്ല. കാരണം അറിയാം, ഉമ്മ ഉള്ളിൽ കള്ളത്തരമാണ്, പുറത്താണ് കള്ളക്കരച്ചിൽ. പക്ഷെ ഐഷുമ്മക്ക് അതറിയില്ലല്ലോ. ഐഷുമ്മയുടെ മനസ്സ് പെട്ടെന്ന് അലിയും. ആരെങ്കിലും ഒന്ന് കരഞ്ഞു കണ്ടാൽ പിന്നീട് ഐഷുമ്മ വെറുതെ നിൽക്കില്ല. അത് ഇങ്ങനെ കരയല്ലേ നിങ്ങള്, ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കാം. എന്നാൽ പോലീസുകാർ പറഞ്ഞു, നിങ്ങൾ മാപ്പ് കൊടുത്തിട്ട് അവർ രക്ഷിക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ അതിനിടയിൽ വേറെ വലിയൊരു തെറ്റുകുറ്റങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതായത് ചെയ്യാൻ ഒരിക്കലും പാടില്ലാത്ത മയക്കുമരുന്ന് കേസ്, അതിലിവർ പ്രതിയാണ്. അതായത് ഈ ജയിൽ മുഴുവനായിട്ട് ആളുകൾക്ക് അവർ ബിസിനസ് ചെയ്ത് ഏജൻ്റ് ആയിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവരെ 5 വർഷം തടവും പിഴയും ഒന്നുമല്ല, ഇവർക്ക് കുറച്ചുകൂടി കൂടുതൽ കിട്ടുമെന്നാണ് കോടതി പറയുന്നത്. ആദ്യത്തെ കേസിൽ 5 വർഷം, പക്ഷേ മയക്കുമരുന്ന് കേസിൽ വീണ്ടും 5 വർഷമാക്കി 10 വർഷമാക്കി കൂട്ടിയിട്ടുണ്ട്, പിഴയുമുണ്ട്.
കുഞ്ഞിക്കജ്ജ കരഞ്ഞു നിലവിളിക്കുകയാണ്. ഐഷുമ്മ പ്ലീസ്, ഐഷുമ്മ ഒന്ന് പറയ്, ഇനി എനിക്കവിടെ കിടക്കാനാവൂല, എന്നെ എവിടുക്കാ ഉള്ളിലേക്ക് കൊണ്ടുപോകണം എനിക്കറിയില്ല, ജയിലിൻ്റെ ഉള്ളിൽ തറയിക്കാണ് കൊണ്ടുപോകണമെന്ന്, പുറം ലോകം കാണാതെ എനിക്ക് ഇനി ജീവിക്കാൻ വയ്യ, അത് ഞാൻ ചെയ്തതൊക്കെ തെറ്റിനാണ്, ഒക്കെ ഞാൻ സമ്മതിച്ചേക്കണേ, എൻ്റെ മരുവൻ നവാസിനെ കൊണ്ട് കുറേ ഞാൻ ഇല്ലാത്തതൊക്കെ പറഞ്ഞു കൂട്ടിക്കണം, ശരി തന്നെയാണ്, അതെ ഓൻ്റെ പണം മാത്രമായിരുന്നു ഞങ്ങൾക്ക് ലക്ഷ്യം, അതൊക്കെ ശരി തന്നെ, ഇനി ഒരിക്കലും ഞാൻ ഒരു തെറ്റും ചെയ്യൂല എന്ന് പറഞ്ഞ് അത് ഐഷമ്മയുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരയുമ്പോൾ ഐഷമ്മ പോലീസുകാരോട് പറഞ്ഞു, അല്ല ഇവർക്ക് ശിക്ഷയിൽ ഇളവ് കൊടുക്കാൻ പറ്റുമോ, എന്താ നിങ്ങളീ പറയുന്നത്, ശിക്ഷയിൽ ഒരു ഇളവുമില്ല, അത് ആദ്യത്തെ കേസിനാണെങ്കിൽ ഓക്കെ, നിങ്ങൾ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ തന്നെ നഷ്ടപരിഹാരം മാനനഷ്ടത്തിനുള്ള കേസ് വരെ, ആ ഒരു കേസടക്കം നല്ലൊരു തുക വരെ നിങ്ങൾക്ക് നൽകേണ്ടി വരും, അതൊന്നും വേണ്ട, നഷ്ടപരിഹാരം അതൊന്നും ഞമ്മക്ക് വേണ്ട, എല്ലാവരും നല്ലയാൾക്ക് ജീവിച്ചാൽ മതി, കളവും വഞ്ചനയും ഫസാദൊന്നും ഇല്ലാതെ നല്ല മട്ടത്തിന് ഇങ്ങനെ പോയാൽ എന്തോരൊരു സുഖമാണ്, അതെ ഒരു തെറ്റ് കുറ്റമില്ലാതെ, ഒരാളെ കുറ്റം പറയാതെ, ഒരാളെ ഇടങ്ങാറാക്കാതെ, ഒരാളെ ബുദ്ധിമുട്ടാക്കാതെ നല്ല രീതിയിൽ ഞാൻ പോവുകയാണെങ്കിൽ ഏറ്റവും ഹയർ അതന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. എന്നാൽ ഐഷമ്മയുടെ കാൽ അവർ വിടുന്നുണ്ടായിരുന്നില്ല. മുറുകെ പിടിച്ച്, ഐഷമ്മ എന്നെ രക്ഷിക്കുക, നിങ്ങൾ വിചാരിച്ചാൽ രക്ഷിക്കാൻ കഴിയും, നിങ്ങൾ വിചാരിച്ചാൽ രക്ഷിക്കാൻ കഴിയും. അതെ, 2 പോലീസുകാർ വീണ്ടും അങ്ങോട്ടെത്തുന്നു. എന്നാൽ ഈ സമയം നജീബ് സാറ് വിവരങ്ങളെല്ലാം കേട്ടറിഞ്ഞ് അപ്പോൾ എത്തുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം അതിനിടയിൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ചെറിയൊരു തലകറക്കം, ക്ഷീണം, ഛർദി, അതുവരെയൊന്നും മക്കളില്ലാതിരുന്ന ആ ഒരു ഷഹർബാന് ചെറിയൊരു ക്ഷീണം കണ്ടപ്പോൾ ഒന്ന് കൊണ്ടുപോയതായിരുന്നു. അതിനിടയിൽ ഒരു സ്കാനിങ് കാര്യങ്ങൾ അതെല്ലാം കൂടി ആയപ്പോഴേ കോടതിയിലേക്ക് എത്താൻ നജീബ് സാറിന് പറ്റിയിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അപ്പോഴേക്കും ഷഹർബാനും അവരും ഓടിയെത്തി. അതെ, ഐഷമ്മയുടെ കാൽക്കൽ പിടിച്ച് കരയുന്ന കുഞ്ഞിക്കഥയെ കണ്ടപ്പോൾ ശരിക്കും അതാ ഷഹർബാനും ഭർത്താവ് നജീബ് സാറും ഞെട്ടുന്നു. അല്ല ഇതിപ്പോ, അതെ കേസൊക്കെ നമ്മുടെ നവാസ് വിജയിച്ചിരിക്കുന്നു. നജീബ് സാറിനോട് ഷമ്മാസ് പറഞ്ഞു, ഒക്കെ ഓക്കെയാണ്, കാരണം എല്ലാ തെളിവുകളും റിസ്വാൻ വക്കീല്, ഓ മാഷാ അല്ലാ, അതൊക്കെ നികത്തിയപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അല്ല ഇവർ എന്തിത്, അതെ അവർ വീണ്ടും 10 വർഷത്തിന് വേണ്ടിയിട്ടാണ് ശിക്ഷിച്ചത്, അതായത് 5 വർഷം ഒരാളെ മാനനഷ്ടത്തിൻ്റെ കേസ്, അതും പിന്നെ ഇല്ലാത്തത് കെട്ടിച്ചമച്ചത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ മകളെ എന്തോ കെട്ടിയിട്ട് എന്തോ മയക്കുമരുന്ന് കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചതോ അങ്ങനത്തെ ആ ഒരു രീതിയിൽ എല്ലാം കൂടി അത് 5 വർഷം, പിന്നെ മയക്കുമരുന്ന് കേസിൽ അത് വേറെ 5, ടോട്ടൽ 10 വർഷമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ല കഠിന തടവായിരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ ബിസിനസ് കാര്യങ്ങളൊക്കെ നടന്നതും, ഓ അങ്ങനല്ലേ. എന്നാൽ അതാ ഐഷമ്മയുടെ കാൽ വിടുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞിക്കദ്യ അത് തേങ്ങുകയാണ്. എന്നാൽ പെട്ടെന്ന് അതാ കുഞ്ഞിക്കദ്യയുടെ ഭർത്താവ് അബൂബക്കർക്ക് പറയുന്നു, കുഞ്ഞിക്കദ്യ ഒരുപാട് കാലം ഞാൻ നിൻ്റെ കാല് പിടിച്ചിരുന്നു, അതെ, പക്ഷെ നീ എന്നെ ചവിട്ടി പുറത്താക്കുകയായിരുന്നു. ഇപ്പം നിനക്കല്ല നീ ഒരു വിധി എത്തിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങളൊക്കെ മനസ്സിൽ അല്പമെങ്കിലും ദയുള്ളവരായതുകൊണ്ട് നിന്നെ ചവിട്ടി പുറത്താക്കുന്നില്ല എന്നർത്ഥം. പക്ഷെ നീ അനുഭവിച്ചതിന് ശിക്ഷ, നീ ചെയ്തതിന് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമല്ലോ, അല്ലാതെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റൂലല്ലോ കുഞ്ഞിക്കതിയ. പിന്നെ ഇവിടെ തന്നെ വെറുതെ വിടുകയാണെങ്കിൽ ഓല് വിടും, കാരണം ഇത് പണം എറിഞ്ഞാൽ വിടും. പക്ഷേ നാളെ ഒരു കോടതിയുണ്ട് അള്ളാഹുവിൻ്റെ, ഒന്നും അവൻ മറച്ചു വെക്കില്ല, എല്ലാം അവനറിയാം. പടച്ച റബ്ബിന് എന്തൊക്കെ നീ ചെയ്തിട്ടുണ്ട്, കാട്ടിക്കൂട്ടിയിട്ടുണ്ട്, എല്ലാം പടച്ച റബ്ബിന് അറിയാം. ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടും കാര്യമില്ല. അതാ കുഞ്ഞിക്കതിയുടെ ഭർത്താവ് അവരോട് അത് പറയുമ്പോൾ കുഞ്ഞിക്കതിയ ദേഷ്യത്തോടെ അയാൾ നോക്കുന്നുമുണ്ട്, കരയുന്നുമുണ്ട്. ഓൾക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണ്, എനിക്കൊന്നും പറയാൻ പറ്റൂല. ഏതായാലും അപ്പോൾ പോലീസുകാർ വീണ്ടും വന്നു. അതെ, ഈ പ്രതിയെ പെട്ടെന്ന് ജയിലിലേക്ക് കൊണ്ടുപോകണം, കാരണം ഇത് വൻ ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. മയക്കുമരുന്നെന്ന് വെച്ചാൽ പല രീതിയിലുള്ളതും പല ആളുകൾക്ക് ഇവിടെ എത്തിച്ചു നൽകിയിരുന്നു. പിന്നെ ഹസീന എന്ന പേരുള്ള അവളെ ഏതായാലും പുറം ലോകം കാണിക്കപ്പോൾ പറ്റൂല. അതായത് അവളാണ് ഇതിൻ്റെയൊക്കെ ഗൂഢാലോചന, ഇത് ജയിലിലേക്ക് എത്തിക്കാനുള്ള കേസ്, അതായത് അതിൻ്റെ സാധ്യത ഇവളാണ് കെട്ടിച്ചമച്ചത്. അതുകൊണ്ട് ഒരിക്കൽ പോലും അവൾക്ക് ഇവിടുന്ന് പുറം ലോകം കാണാൻ ഇപ്പോഴൊന്നും പറ്റില്ല. പക്ഷെ കുഞ്ഞിക്കതിയെ ജയിലിൽ കൊണ്ടുപോവുകയാണ്, അതിനിടയിലാണ് ഈ ചാടിപ്പോകുന്നത്. എന്നാൽ ഐഷമ്മ പറഞ്ഞു, കുറച്ച് കുറ്റത്തിന് ഇളവ് കൊടുത്താൽ നല്ലതാകുകയാണെങ്കിലോ. അതെ ഉമ്മ, ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് എന്തും ചെയ്തു തരാൻ കഴിയും, പക്ഷേ
നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ഉമ്മ, നമ്മളിപ്പോൾ ഒരു ഇളവ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നാളെ ഇവരെന്ത് തെറ്റ് ചെയ്യില്ല എന്ന് ആർക്കറിയാം. ഏതായാലും കുറച്ച് കിടക്കട്ടെ, പിന്നെ ബാക്കി നമുക്ക് തീരുമാനിക്കാം എന്താണെന്നുള്ളത് കേട്ടോ. ഐഷുമ്മക്ക് വല്ലാത്ത സങ്കടം. കാരണം ഒരു സ്ത്രീ വന്ന് കാൽക്കൽ വന്ന് കരഞ്ഞ് പറയാണ് തൻ്റെ മോനെ ജയിലിലാക്കിയത് അവരാണ്, ശരിയാണ്, അതൊക്കെ ഇപ്പോൾ വിട്ടു. പക്ഷേ മനുഷ്യത്വമുള്ള ഐഷുമ്മക്ക് അതെല്ലാം കണ്ടപ്പോൾ വല്ലാത്തൊരു ഇടങ്ങാറ് തോന്നി. ഐഷുമ്മ, എന്നെ രക്ഷിക്കുക ഐഷുമ്മ, ഇന്നത് പിടിച്ചു വലിച്ച് കൊണ്ടുപോകണം ഐഷുമ്മ എന്ന് പറഞ്ഞിട്ട് അതാ കുഞ്ഞിക്കതിയെ കരയുന്നു. താൻ ചെയ്ത കുറ്റങ്ങളെല്ലാം ഓരോന്ന് ഏറ്റു പറയുന്നു. അബൂബക്കർക്ക, ഇക്ക, നിങ്ങളെ ഞാൻ കുറേ ഇടങ്ങാറാക്കിക്കണേ, എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിച്ചേക്കണേ, നിങ്ങളൊന്ന് പറയിക്ക, എന്നെ വെറുതെ വിടഞ്ഞ് എന്നെ കൊണ്ടാവൂല. കുറേ പോലീസിനെ തല്ലലും കുത്തലും ചവിട്ടലൊക്കെ കഴിഞ്ഞിക്കണ്, എന്നെ കൊണ്ട് കഴിയൂല. ഇപ്പോഴാണ് ഞാൻ ഒന്ന് സുഖമായി വന്നിരുന്നത്. അപ്പോത്തിന് വീണ്ടും അതൊക്കെ തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ യാചിക്കുകയായിരുന്നു കുഞ്ഞിക്കതിയ. ഒരു നിമിഷം കോടതിയുടെ തൊട്ടടുത്ത് എല്ലാവരും അന്തിച്ചു നിൽക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും പോലീസുകാർ കുഞ്ഞിക്കതിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നു. കുഞ്ഞിക്കതിയ അതാ അവിടെ ആ കോടതിയുടെ വരാന്തയിൽ കിടന്ന് ഉരുളുകയാണ്. ഇല്ല, എന്നെ കൊണ്ടുപോവില്ലേ, എന്നെ കൊണ്ടാവൂല എന്ന് പറഞ്ഞ്. എന്നാൽ കുഞ്ഞിക്കതിയയുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഇവർക്കെന്താ ഭ്രാന്തുണ്ടോ എന്ന് വരെ തോന്നിപ്പോയി. എന്നാൽ അബൂബക്കർക്കയുടെ മനസ്സിൽ ഒരിക്കലും ദയയല്ല തോന്നിയിരുന്നത്. കുഞ്ഞിക്കതിയ എന്ന എൻ്റെ ഭാര്യയുടെ ക്രൂരമായ ആ ഒരു വാക്കുകളും ഞാൻ ആ പാതിരാത്രി ഇറങ്ങി തിരിച്ചതും എല്ലാമായിരുന്നു. അത്രക്കും മോശമായ രീതിയിൽ എന്നെ ചിത്രീകരിച്ചതും എന്തൊക്കെ. അതെ, അത്രക്കും ബുദ്ധിമുട്ട് കൊണ്ട് കഷ്ടപ്പെട്ട ഒരു ഫാമിലിയെ ഞാൻ ഏറ്റെടുത്തത്. അതെല്ലാം കൂടി അവൾ ആ കോടതി മുറിയിൽ വെച്ച് പുലമ്പിയതും അതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നത്. ഒരല്പം ദയുണ്ടെങ്കിൽ തൻ്റെ സ്വന്തം മക്കളുണ്ടല്ലോ അവൾ പ്രസവിച്ച്, ഇവർ പോട്ടെ വലിയ കുട്ടികൾ, താഴെ 2 മക്കളുണ്ടല്ലോ, അവൾ ഇപ്പോഴും നോക്കുന്നത്, അവർ നോക്കുന്നത് ഹഫ്സയാണ്. ഒരു വെറുപ്പും മറുപ്പും കൂടാതെ ആ കുട്ടികളെ നല്ല രീതിയിൽ സ്വന്തം മക്കളെക്കാൾ അവൾ നോക്കുന്നുണ്ട്. എന്നാൽ അതെ, ആ പൊന്നു എൻ്റെ പിഞ്ചു മക്കളെ ഞാനുണ്ടാക്കിയ വീട്ടിൽ നിന്ന് അവൾ ഇറക്കി വിട്ടത്, അതെല്ലാം അതാ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുകയായിരുന്നു. കുഞ്ഞിക്കതിയ കരയുകയാണെങ്കിലും അദ്ദേഹത്തിന് തോന്നി ഇതൊരിക്കലും നല്ല കരച്ചിലല്ല, ഇത് വെറും കള്ളക്കരച്ചിലാണ്, കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള കരച്ചിൽ. പക്ഷെ ഐഷുമ്മക്കത് മനസ്സിലാകുന്നില്ലല്ലോ. ഐഷുമ്മ ദയനീയമായി അവരെ നോക്കുന്നു. എന്നാൽ പെട്ടെന്ന് പോലീസുകാർ അവരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഐഷുമ്മ പറഞ്ഞു, മോനെ നവാസേ, ഉമ്മാൻ്റെ കുട്ടിക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ കുട്ടി മാപ്പ് കൊടുത്തോളി കേട്ടോ. നമ്മളെ ഭാഗം, നമ്മളെ കൊണ്ട് ഒരാളും ഇടങ്ങാറായത്. നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിലേക്കിട്ടത് മോൻ പഠിച്ചതല്ലേ. എന്നിട്ട് മുത്ത് ഹബീബിൻ്റെ പ്രിയ പുത്രി അത് വന്ന് എടുത്തിടുമ്പോൾ അത് എന്തായിരുന്നു അസഹ്യമായ ദുർഗന്ധവും, ചീഞ്ഞളിഞ്ഞ കുടൽമാല എന്നൊക്കെ പറഞ്ഞ് എന്തായിരിക്കും. എന്നിട്ട് പോലും അതാ ഹബീബ് അവരോട് ക്ഷമിക്കുകയാണ് ചെയ്തത്. ആ ഹബീബിൻ്റെ ഉമ്മത്തുകളാണ് നമ്മൾ. പൊന്നു മോനെ, എന്താ വേണ്ടത്? മുത്ത് ഹബീബ് ക്ഷമിച്ച പോലെ എൻ്റെ കുട്ടിക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ ശിക്ഷയിൽ ഇളവ് വരുത്താമല്ലോ. എന്നാൽ അതാ നവാസ് ഉമ്മയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ, എനിക്ക് ആരോടും ശത്രുതയില്ല. ഞാൻ അവർക്ക് നല്ലത് ചെയ്തിട്ട് മാത്രമാണ് അവരെന്നെ ഇത്രയധികം ഉപദ്രവിച്ചതൊക്കെ. ഉമ്മ, അവർക്കെതിരായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും മോനെ, ഉമ്മാൻ്റെ കുട്ടിയുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തോളി. കാരണം ഉമ്മാക്ക് ഇതിലൊന്നും പറയാനില്ല. കാരണം എൻ്റെ കുട്ടി അനുഭവിച്ചത് എൻ്റെ കുട്ടിക്കറിയാം. അതുകൊണ്ട് തന്നെ ഉമ്മ, അള്ളാഹുവിനെ വിചാരിച്ച് അതെ ഞാൻ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണ്. എന്നെ നിരപരാധിയായി എന്നെ ജയിലിൽ കയറ്റിയതും ശിക്ഷ അനുഭവിപ്പിച്ചതും അതൊന്നും ഉമ്മ ഞാൻ മനസ്സിൽ വെക്കുന്നില്ല. തവക്കൽത്തു അലല്ലാ, എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുകയാണ്. ശരിക്കും തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട സൗദ പെട്ടെന്ന് അവളുടെ മനസ്സ് മാറുകയായിരുന്നു. അല്ലാ റഹ്മാനെ, പഠിച്ചോനെ, ഞാൻ എത്ര ഒരു ക്രൂരയാണ്. ഇത്രയധികം എൻ്റെ നവാസ്കിയെ ഉപദ്രവിച്ചിട്ടും ഇത്രയധികം വലിയ കേസ് കൊടുത്തിട്ടും അത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് മോശമായ രീതിയിൽ ആളുകളുടെ ഇടയിൽ വെച്ച് മോശപ്പെടുത്തിയിട്ടും എൻ്റെ ഭർത്താവ് പുറത്തു കൊടുക്കുകയാണല്ലോ റഹ്മാനെ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർ അങ്ങനെ ആയിരിക്കും അല്ലേ? ഞാനെന്താ ഇത്ര മോശമായി പോയത്?
ഞാൻ പലപ്പോഴും എൻ്റെ നവാസ്കയെ കുറ്റം പറഞ്ഞുകൊണ്ടും പലതും ചെയ്തുകൊണ്ടും അങ്ങനെ എന്തൊക്കെയോ ഞാനൊക്കെ എത്ര മോശക്കാരിയാണ്. സൗദിയുടെ മനസ്സിൽ വല്ലാതെ പശ്ചാത്താപം വന്നു. റബ്ബേ പഠിച്ചോനെ, എൻ്റെ ഭർത്താവ് എൻ്റെ ഉമ്മാക്ക് പുറത്ത് കൊടുക്കുകയാണെന്നോ? റബ്ബേ നീ. അതെ, സൗദിയുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു. റഹ്മാനെ, ഇത്രയും നല്ലൊരു മനുഷ്യനെ ഭർത്താവായി കിട്ടിയിട്ടും ഞാൻ അദ്ദേഹത്തെ മോശക്കാരനാക്കി. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ വീട്ടിലേക്ക് പോയി. ഞാനാണ് എല്ലാത്തിൻ്റെയും കാരണക്കാരി. അല്ല, ഞാൻ മാത്രമല്ല, അതാ ആ കിടന്നുരുളുന്ന എൻ്റെ ഉമ്മ, എൻ്റെ പെറ്റുമ്മയായ കുഞ്ഞിക്കതിയാണ്. അവരാണ് പറഞ്ഞത് നഷ്ടപരിഹാരം കിട്ടും നമുക്ക്, അതെ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞത്. അപ്പോഴും എൻ്റെ ഉമ്മക്ക് ക്യാഷായിരുന്നു, പൈസ എന്നുള്ള ചിന്ത മാത്രമായിരുന്നു. അല്ലെങ്കിൽ തൻ്റെ മോളൊരു നല്ലൊരു ഭർത്താവിൻ്റെ കൂടെ സുഖസുന്ദരമായി ജീവിക്കുന്നതിനോട് ഉമ്മാക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. മറിച്ച് ഉമ്മാക്ക് പണമാണ് ഇഷ്ടം. മക്കളെ വിവാഹം കഴിച്ച് കൊടുക്കുക, എന്നിട്ട് വീട്ടിൽ നിർത്തിയിട്ട് നഷ്ടപരിഹാരം വാങ്ങുക. അതെ, അവരെ പീഡിപ്പിച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നവാസിൻ്റെ അടുത്തു നിന്നും നഷ്ടപരിഹാരം വേണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് കോടതിയിൽ. ഉമ്മാക്ക് പണമാണ് ലക്ഷ്യം, അല്ലാതെ ഒരിക്കലും മക്കൾ സുഖസുന്ദരമായി ജീവിക്കുന്നതല്ല. എന്ത് ചെയ്യാൻ, ഞാനും അങ്ങനെ അങ്ങ് ആയിത്തീർന്നു. എൻ്റെ ഉമ്മയുടെ വാക്ക് കേട്ട് ഞാനും അങ്ങനെ ആയിത്തീരുകയാണ് ചെയ്തത്. അവൾ കുറ്റബോധം കൊണ്ട് കരഞ്ഞു. പെട്ടെന്നാണ് അവൾക്ക് തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഓർമ്മ വന്നത്. അല്ലാ, എൻ്റെ കുഞ്ഞിനെ നവാസ്കയുടെ കുഞ്ഞിനെ വരെ ഞാൻ ഉപേക്ഷിക്കുകയായിരുന്നു. ഓരോ വിഡ്ഢിത്തരങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് പഠിച്ചോനെ ഞാൻ എന്താ ചെയ്യുക? അവളാകെ തളരുന്ന പോലെ അവൾക്ക് തോന്നുകയാണ്. നവാസ്ക തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് പുറത്ത് കൊടുക്കുകയാണ് എന്ന് കേട്ടപ്പോൾ, എന്നാൽ പെട്ടെന്ന് അതാ അവിടെ നിന്ന് മറ്റൊരു പോലീസ് അങ്ങോട്ട് വന്നു. കുഞ്ഞിക്കതിയ എഴുന്നേൽക്കൂ. എന്നാൽ 2 വനിതാ പോലീസുകാർ അതാ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അതായത്, സർ, ഞങ്ങൾ മാപ്പ് കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഓക്കെ, നിങ്ങൾ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്. ഒരിക്കലും ഒരാളും ചെയ്യാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്തത്, നല്ല നന്മയുള്ള കാര്യം. അതെ, നന്നാവുകയാണെങ്കിൽ ഒന്ന് വിചാരിച്ച് നിങ്ങൾ മാപ്പ് കൊടുക്കും. പക്ഷേ ഇങ്ങനെ തന്നെയുള്ള ക്രിമിനലുകൾക്ക് കുറച്ച് അകത്തിട്ട് പൂശാഞ്ഞാലേ ഒരിക്കലും അവർ നന്നാവില്ല. മനസ്സിലായില്ല? ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവർ അഭിനയിക്കുമായിരിക്കും, പക്ഷേ പിന്നെ അതല്ല, വേറെ കേസുകളുമുണ്ട്. അതെ, മയക്കുമരുന്ന് കേസ് ഭയങ്കര ശിക്ഷയാണ് അതിനുള്ളത്. അതൊക്കെ അനുഭവിച്ചിട്ട് കുറച്ചവിടെ കിടക്കട്ടെ, എന്നിട്ട് നമുക്ക് അതിനുള്ള നടപടി എടുക്കാം. എന്താ? എന്നാൽ കുഞ്ഞിക്കതിയെ ഭയന്ന് വിറച്ചു. പുത്തൻവീട് തറവാട്ടുകാരെ, എന്നെ കൈവിടല്ലിട്ടോ എനിക്ക് നിങ്ങളെ ഉള്ളൂ, ഇന്നാരും കൈവിടല്ലിട്ടോ. അതെ, കൈവിടില്ല. കുറച്ച് നിങ്ങൾ ചെയ്തതിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ പിന്നെന്താ? അതെ, വിധി എന്ന് പറഞ്ഞാൽ, അതായത് നിയമം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ അറബ് നാട്ടിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇവിടെ അറബ് നാട്ടിൽ എന്താ വിധി എന്ന് പറഞ്ഞാൽ, അതെ, കട്ടവൻ്റെ കൈ മുറിക്കുക എന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ലല്ലോ. ഇവിടെ ഏത് കൊലപാതകളെയും അതാ വളരെയധികം ലോങ് ടൈമായിട്ട്, അല്ലെങ്കിൽ 10 വർഷം തടവ്, 15 വർഷം തടവ് എന്നൊക്കെ പറഞ്ഞ് എന്താവും, ജയിലിലിടും. എന്നല്ലാതെ അവരെ ആരെയും കൊല്ലണമെന്നല്ലോ. അങ്ങനെയെങ്കിലും ശിക്ഷ അനുഭവിക്കുക. അറബ് നാട്ടിലൊക്കെ ആണെങ്കിൽ കൊന്നവരെ കൊല്ലുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തവരെ അങ്ങനെ തന്നെ ശിക്ഷിക്കണം. അതാണ്. ഇവിടെ നിയമത്തിന് കുറച്ചൊരു ഇളവുണ്ട്. അതുകൊണ്ട് കുഞ്ഞിക്കതിയ, നിങ്ങൾ കയറ് സെല്ലിലേക്ക്, നിങ്ങൾക്കുള്ളത് ബാക്കി അവിടെ നിന്ന് തരാം. അങ്ങനെ അങ്ങ് നിങ്ങൾ രക്ഷപ്പെടാൻ വരട്ടെ. അപ്പോഴേക്കും കുഞ്ഞിക്കതിയ കരഞ്ഞു നിലവിളിക്കുന്നു. എന്നാൽ പുത്തൻ വീട് തറവാട്ടുകാരുടെ മനസ്സലിയുന്നു. ഷമ്മാസ് പറഞ്ഞു, ഒരു ഉമ്മയുടെ സ്ഥാനത്താണ് അവർ. എന്താ നിങ്ങളീ പറയുന്നത്? ഇവർ ചെയ്ത് തെറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഇവർക്ക് ഒരു ഇളവ് കൊടുത്ത് നാളെ അവർ ഇതിനേക്കാളും വലിയ തലയിൽ കയറലായിരിക്കും. എന്നാൽ അതാ കുഞ്ഞിക്കതിയെ അട്ടഹസിക്കുകയാണ് അവിടെ നിന്ന്. ശരിക്കും അതാ നവാസ് മാപ്പ് കൊടുത്തിരിക്കുന്നു. നവാസിന് അതൊന്നും പ്രശ്നമില്ല. റഹ്മാനെ, നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ളത് മാത്രമാണ് നവാസിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഐഷുമ്മയും അങ്ങനെ തന്നെ. അവർക്ക് ആരോടും പകയും വിദ്വേഷവുമില്ല. ആരൊക്കെ തന്നെ ഇങ്ങോട്ട് കാട്ടിയാലും ഐഷുമ്മ അങ്ങോട്ട് തിരിച്ചൊന്നും കാട്ടില്ല. ഐഷുമ്മ നല്ല രീതിയിൽ പഠിച്ചോനെ, അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് പറഞ്ഞാണ് മനസ്സിലാക്കി കൊടുക്കാറുള്ളത്. പക്ഷേ പുത്തൻ വീട് തറവാട്ടുകാരുടെ ആ ഒരു വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ വനിതാ പോലീസ് അവരെ അതാ പിടിച്ചു കൊണ്ടുപോകുന്നു. അതെ, ഓരോന്ന് കാട്ടിക്കൂട്ടിയതും പോരാ, ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വിചാരം എന്താ? ശിക്ഷ ഉണ്ടാവില്ല, നടക്കങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിക്കതിയെ അതാ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. ഒരു നിമിഷം അതാ ഐഷുമ്മ അത് കണ്ട് വേദനിച്ചു. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ഉമ്മ എന്തിനാ കരയുന്നത്? അവർ
ചെയ്തതിനുള്ള ശിക്ഷയാണ് അവർക്ക് കിട്ടുക. അവർ ചെയ്തതും കാട്ടിക്കൂട്ടിയതൊക്കെ ഉമ്മ അറിയുന്നില്ല. ഉമ്മ എന്തിനാ കരുതുന്നത്? മോനെ, എന്നാലും തെറ്റൊക്കെ പറ്റിപ്പോയാൽ പഠിച്ചവനോട് പൊറുക്കലിനെ തേടിയാൽ അതൊക്കെ അള്ളാഹു പുറത്ത് തരുമല്ലോ. ഉമ്മ, ഈ നാടിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ആളുകൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി എന്ന് വിചാരിച്ചിട്ട് അവരെ അങ്ങ് വെറുതെ വിടുന്നില്ല. എന്നാൽ അതാ പെട്ടെന്ന് റിസ്വാന വക്കീൽ അങ്ങോട്ടെത്തുന്നു. ഉമ്മ, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. അതെ, ഉമ്മ ഇങ്ങോട്ട് വരും. ഉമ്മ, നിങ്ങളെ പോലുള്ളൊരു മനസ്സ്, അതുതന്നെയാണ് ഏറ്റവും നല്ല മനസ്സ്. ഉമ്മയുടെ മനസ്സിൻ്റെ ശുദ്ധത കണ്ടില്ലേ? ഇങ്ങനെയാണ് എല്ലാവരും വേണ്ടത്. സഫീർ ഒരു നിമിഷം ഓർത്തു തൻ്റെ ഉമ്മയുടെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ. എന്താണ് റബ്ബേ, എൻ്റെ ജ്യേഷ്ഠനെ കുറിച്ചുള്ള ആ ഒരു കാര്യങ്ങളും അവസ്ഥയുമെല്ലാം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നെഞ്ച് പൊട്ടിപ്പോകും. എന്നാൽ റിസ്വാന വക്കീലിന് ഐഷമ്മയെ ഒത്തിരി ഇഷ്ടമായി. ഉമ്മ, എന്തായാലും ഇങ്ങനെ പോലൊരു ഉമ്മയെ ഇവർക്ക് കിട്ടിയതും വലിയൊരു ഭാഗ്യം തന്നെയാണ്. നേരെ സൗദയുടെ അരികിലേക്ക് റിസ്വാന വക്കീൽ ചെല്ലുന്നു. മോളെ സൗദ, അതായത് ഇങ്ങനെ ഒരു ഉമ്മ, ഭർത്താവിൻ്റെ ഉമ്മയെ നിങ്ങൾക്ക് കിട്ടിയല്ലോ. പടച്ച റബ്ബിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. നിൻ്റെ ഉമ്മ അത്രക്കും പാപങ്ങളും ദോഷങ്ങളും എല്ലാം ചെയ്തിട്ട് പോലും അതെ അത്രക്കും ഉമ്മ മാപ്പ് കൊടുക്കാൻ തയ്യാറായത് കണ്ടില്ലേ? ഇങ്ങനൊരു ഭർത്താവിനെയും ഇങ്ങനെയൊരു ഉമ്മയൊക്കെ കിട്ടിയ നീ പുണ്യം ചെയ്യണം മോളെ, അതാണ് വേണ്ടത്. എന്നാൽ സൗദ കരയുകയായിരുന്നു. കുഞ്ഞിക്കതിയെ പിടിച്ചു വലിച്ചുകൊണ്ട് ജയിലിനകത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ അതാ ഹസീനയെയും, കാരണം അവളും ചെയ്തു കൂട്ടിയത് വലിയ വലിയ കുറ്റങ്ങളാണ്. ഒരിക്കൽ പോലും ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള, ജയിലിലുള്ളവർക്ക് മുഴുവനായിട്ട് അത് സെയിൽ ചെയ്യുവാനുള്ള എല്ലാം ഒരുക്കി കൊടുത്തത് അവൾ തന്നെയായിരുന്നു, അതിൻ്റെ ഏജൻറ്റും. അങ്ങനെ അതാ കുഞ്ഞിക്കതിയക്ക് കൂട്ടുനിന്ന പോലീസുമാരെയും എല്ലാവരെയും അതാ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ കുഞ്ഞിക്കതിയ ആർത്ത് കരയുകയായിരുന്നു. അതെ, വെറുതെ ബഹളം വെക്കുന്ന എന്തിനാ? തെറ്റ് ചെയ്യുമ്പോൾ ഓർക്കണം. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ജയിലിനകത്തെ രാഹുൽ സർ ഒരു നിമിഷം ഇറങ്ങി വന്നു. അതാ കുഞ്ഞിക്കതിയെ വീണ്ടും പിടിച്ചു കൊണ്ടുപോകുന്നത് അയാൾ കാണുന്നു. ഹോ, എന്തായാലും നവാസ് രക്ഷപ്പെട്ടല്ലോ, അതും വലിയ കാര്യം തന്നെ. എന്നാൽ നജീബ് സാറിൻ്റെ കൂടെ തന്നെയാണ് അതാ നമ്മുടെ ഷാർബാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ മുഹ്സിൻ തങ്ങളെ അവിടെ കാണുവാനിട വരുന്നു. തങ്ങളെ എന്ന് പറഞ്ഞ് അതാ നജീബ് സാറ് തങ്ങളുടെ അരികിലേക്ക് പോകുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. റാഹത്തല്ലേ മോനെ? അതെ തങ്ങളെ, നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അൽഹംദുലില്ലാ അതിപ്പോൾ സാധിച്ചേക്കണ്. മോനെ എന്തേ? അതെ, ഓള് ഗർഭിണിയാണ്. 5 വർഷമായിട്ട് മക്കളില്ലാതെ നിൽക്കായിരുന്നല്ലോ. തങ്ങൾ പറഞ്ഞിരുന്നല്ലോ 6 മാസത്തിനുള്ളിൽ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് അള്ളാഹു ഒരു കുഞ്ഞിനെ നൽകുന്നുള്ളത്. സത്യം തങ്ങളെ, നിങ്ങളെ വാക്ക്, അത് നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. റഹ്മാൻ റഹീമുമായ റബ്ബ്, അത് എൻ്റെ ഭാര്യ ഇന്ന് ഗർഭിണിയാണ്. അവൾക്ക് ഒരു മെഡിസിനും കാര്യങ്ങളും കൊടുക്കാതെ തന്നെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. സ്കാൻ ചെയ്തു, അൽഹംദുലില്ലാ കുഞ്ഞുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞു. മുഹ്സിൻ തങ്ങൾ അതാ നജീബ് സാറ് തലയിൽ കൈവച്ച് പറഞ്ഞു, മോനെ, നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിനോട് ചോദിക്കുക. പഠിച്ചോ നമുക്ക് എന്തും തരും. പഠിച്ചോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുറച്ച് ചോദിക്കരുത്, കുറേ ചോദിക്കണമെന്ന്. കുറച്ച് വേണം അള്ളാഹു നമ്മൾ പറയരുത്. അള്ളാഹു എനിക്ക് വേണം തന്നെ നിർബന്ധിച്ച് കുറേ വേണം തന്നെ പറയണം. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് അള്ളാഹ്ക്ക് ചോദിക്കുന്നത്. നിങ്ങൾ ചോദിക്കൂ ഞാൻ തരാമെന്നല്ലേ, അതാണ്. ശരിക്കും എന്തെന്നറിയില്ല, ആ കോടതി മുറ്റത്ത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു കളിയാടിയിരുന്നത്. എന്നാൽ ഷമ്മാസ് അപ്പോൾ തന്നെ പറഞ്ഞു, വരൂ നമുക്കൊക്കെ പോയിട്ട് ഒന്ന് ഫുഡ് കഴിക്കാം. ഈ സന്തോഷത്തിൽ എല്ലാവരെയും അതാ ഷമ്മാസ് ഫുഡ് കഴിക്കുവാൻ വേണ്ടി വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിൽ അനീഷിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ പെട്ടിരുന്നു. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്ന നിമിഷം. എന്നാൽ സൗദ ഇപ്പോൾ പഴയ പോലെയൊന്നല്ല, അവൾ ശരിക്കും ശോകമൂകമായി നിൽക്കുന്ന അവസ്ഥയാണ്. റിസ്വാന വക്കീൽ പറഞ്ഞു, മോളെ സൗദ വരൂ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. എനിക്ക് ഫുഡൊന്നും വേണ്ട, എനിക്ക് എന്തൊക്കെയോ. മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. എന്താ ഉമ്മ പോയിട്ടാണോ? ഇല്ല, എൻ്റെ ഉമ്മ അത് അനുഭവിക്കേണ്ടതിനാണ്. എൻ്റെ ഉമ്മയും അനിയത്തി എന്നെ അത്രക്കും കഷ്ടപ്പെടുത്തിയിരുന്നു വക്കീലെ, അത്രക്കും ഒരുപാട്. ഉമ്മയും ഉപ്പയും തമ്മിൽ ഒരിക്കലും നല്ല രീതിയിൽ ജീവിച്ചിട്ടുള്ളൂ. എൻ്റെ ഉപ്പയും കഷ്ടപ്പെടുത്തിയിരുന്നു. അതെ, എൻ്റെ ഫോൺ തട്ടിയെടുക്കുവാനൊക്കെ വേണ്ടിയിട്ട് അവർ പലതും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് എന്തൊക്കെയോ എൻ്റെ ബ്ലഡിലൊക്കെ കലർന്നിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു തോന്നലും അസുഖമൊക്കെ വന്നത്, അല്ലാതെ ഒന്നുകൊണ്ടുമല്ല. ശരിക്കും അതാ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റിസ്വാന വക്കീലിനോട് എല്ലാം പറയുകയാണ്. റിസ്വാൻ അവളെ ചേർത്ത് പിടിച്ചു, മോളെ നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഒക്കെ പഠിച്ചോൻ
ശരിയാക്കി തരും. പിന്നെ മോളുടെ ഉമ്മ ശിക്ഷ അനുഭവിക്കുകയെന്ന് വെച്ചാൽ കുറച്ച് അനുഭവിക്കേണ്ടി വരും മോളെ. ഇനി ഇൻഷാ അല്ലാ ഞാൻ നോക്കട്ടെ. ഉമ്മയുടെ സ്വഭാവം നല്ല രീതിയിലാകുകയാണെങ്കിൽ ഉമ്മാനെ ജയിലിൽ നിന്ന് മോചിതയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞോളാം കേട്ടോ. വേണ്ട, ഉമ്മ അവിടെ തന്നെ നിന്നോട്ടെ. ഉമ്മ ഇനി എന്നെ ഉപദ്രവിക്കും ഇറങ്ങിക്കഴിഞ്ഞാൽ. എനിക്ക് പേടിയാണ് ഉമ്മയെ. ശരിക്കും സ്വന്തം മകള് അതാ ഉമ്മയെ കൊണ്ട് അങ്ങനെ പറയുന്നത് കേട്ട് റിസ്വാൻ വക്കീൽ തന്നെ അത്ഭുതപ്പെടുകയായിരുന്നു. അങ്ങനെ അതാ ഷമ്മാസ് എല്ലാവരെയും കൊണ്ട് അതാ ഫുഡ് കഴിക്കാൻ ഹോട്ടലിലേക്ക് പോകുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്പെഷ്യൽ ഫുഡുകൾ ഓർഡർ ചെയ്യുന്നു. നവാസ് വിതുമ്പി കരഞ്ഞു. നവാസ് അവിടെ ഒന്ന് ഫ്രഷ് ആകാനുള്ള റൂമെല്ലാം അതാ ഷമ്മാസ് എടുത്തു കൊടുത്ത് നല്ല ഡ്രസ്സെല്ലാം ഷമ്മാസ് കൊടുത്ത് ഫ്രഷായിട്ട് നല്ലൊരു സുന്ദരനായി അതാ നമ്മുടെ നവാസ് പുറത്തേക്ക് വന്നു. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടി ഫുഡ് കഴിക്കുന്നു. എന്നാൽ ഉമ്മ അതാ ഷമ്മാസിന് ചോറ് വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ കുട്ടി മനക്കുട്ടി, മനക്കുട്ടിനെ തിരിച്ചു കിട്ടിയല്ലോ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവർ കരഞ്ഞുകൊണ്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു ആ ഉമ്മയുടെയും മകൻ്റെയും സ്നേഹത്തിന് മുമ്പിൽ. എന്നാൽ എല്ലാം കണ്ട് സൗദയുടെ നെഞ്ചു പൊട്ടി. റബ്ബേ, ഇത്രയും സ്നേഹമുള്ള ഉമ്മയും മകനെയൊക്കെ ഞാൻ എന്തൊക്കെയാണ് കുറ്റം പറഞ്ഞിരുന്നത്? എനിക്കായിട്ട് പടച്ച റബ്ബ് തന്നതാണല്ലോ ഇത്. പ്രായശ്ചിത്തമായിട്ട് അത് നവാസ്കയെ വെറുതെ വിടണം. ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ എൻ്റെ ഉപ്പയുടെ കൂടെ വീട്ടിലേക്ക് പോയിക്കോലാം. അത് അവർ ഫസീലത്തയുടെ കൂടെ സുഖമായി ജീവിക്കട്ടെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവർ ഫുഡെല്ലാം കഴിച്ച് അതാ വീട്ടിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. എന്നാൽ മോളെ സൗദാ, ഉമ്മ വിളിച്ചു. വാ വണ്ടി കയറ്. ഉമ്മ, എന്താ മോളെ? ഞാൻ 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 ഉപ്പയുടെ കൂടെ പോയിക്കോളാം. എന്നാൽ അതാ ആ പിതാവ് പറഞ്ഞു, അവളിപ്പോൾ എൻ്റെ കൂടെ പോരട്ടെ. എന്നാൽ ഓളൊന്ന് മനസ്സൊക്കെ ഒന്ന് റെഡി ആയിട്ട് അവൾ വന്നോളൂ കേട്ടോ. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുവന്നാക്കി തന്നാലും. എന്നാൽ നവാസ് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. കാരണം അവളുടെ ഇഷ്ടം പോലെ അവൾ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട്. അല്ലെങ്കിൽ നവാസ് ആരെയും ഒന്നും നിർബന്ധിക്കാറില്ല. എന്തായാലും ഫസീലത്തെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട്. എന്നാൽ അതാ സൗദ പറയുന്നു, ഉമ്മ ഇന്ന് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം. ഞാൻ ഉപ്പയുടെ കൂടെ പോട്ടെ, എൻ്റെ മനസ്സൊന്ന് ക്ലിയർ ആകാൻ. അവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ മൈൻഡ് മാറി ഓരോന്നിനും എനിക്ക് തോന്നും. ഞാൻ എൻ്റെ മനസ്സ് ഒന്ന് ക്ലിയർ ആകുന്നവരെ ഞാൻ എൻ്റെ ഉപ്പയുടെയും ഹഫ്സു ഉമ്മയുടെയും കൂടെ ജീവിച്ചോളാം. അങ്ങനെ അതാ സൗദ അത് പറയുമ്പോൾ എല്ലാവർക്കും സങ്കടമായി. മോളെ ഒന്നും വിഷമിക്കണ്ട കേട്ടോ. നല്ല ജീവിതം നമ്മൾ പഠിച്ച റബ്ബിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അള്ളാഹു നൽകും. യാതൊരു വിഷമവും പ്രയാസം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. മോള് വിഷമിക്കല്ലേ കേട്ടോ എന്ന് പറഞ്ഞ് അതാ അങ്ങനെ സൗദയെയും ഉപ്പയെയും അമ്മാസ് വീട്ടിലേക്ക് കൊണ്ടുവിടുവാൻ വേണ്ടി നിന്നപ്പോൾ ഉപ്പ പറഞ്ഞു, മോനെ വേണ്ട, ഓട്ടോറിക്ഷ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഞങ്ങൾ വന്ന് ഓട്ടോയിലാണ്, അതുപോലെ ഞങ്ങൾ ഓട്ടോയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അതാ സൗദ ഉപ്പയുടെ കൂടെ കയറി. എന്നാൽ സൗദ ആ വാഹനത്തിൽ കയറിയപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി. അതെ, ഐഷുമ്മയെയും തൻ്റെ പ്രിയപ്പെട്ട നവാസ്കയെയും കണ്ണീരോടെ അവൾ നോക്കി. സൗദ അവളുടെ ഉപ്പയുടെ ആ കൊച്ചു വീട്ടിലേക്ക് അതാ പോവുകയാണ്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കമൻറ്റുകൾ എല്ലാവരും ഒരുപാട് എഴുതാറുണ്ട്. ചിലപ്പോൾ ഞാൻ മറുപടി തരാറില്ല, എന്നാലും ഒരുവിധമൊക്കെ ഞാൻ വായിക്കും കേട്ടോ, എന്നെക്കൊണ്ട് കഴിയണത്ര. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ കമൻറ്റൊക്കെ എഴുതിക്കോളി. എന്തൊക്കെ തന്നെ ഇൻഷാ അല്ലാ നമുക്ക് നല്ലൊരു രീതിയിൽ പുത്തൻ വീട് തറവാട്ടിനെ ആക്കി മാറ്റണം. അത് എല്ലാവരുടെയും എത്രയൊക്കെ തന്നെ നമ്മൾ ഉപദ്രവിച്ചാലും നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ ഐഷുമ്മയുടെ പോക്ക്. കാരണം നമ്മൾ എത്ര ഉപദ്രവിച്ചാലും നമ്മൾ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു എന്നുള്ള ആ ഒരു രീതിയിലാണ് ഐഷുമ്മ ജീവിക്കുന്നത്. എന്തൊക്കെ തന്നെയല്ല ഇൻഷാ അല്ലാ നമുക്ക് ഇനി സൗദിയുടെ കാര്യം എന്തായിത്തീരും? അവൾ ഇനി തിരിച്ചു വരില്ലേ? അതോ അവൾ ഇനി എന്നും ആ പിതാവിൻ്റെ കൂടെ അവിടെ ജീവിക്കുമോ? അവൾക്ക് കുറ്റബോധം തോന്നിയിട്ട് എന്തൊക്കെയോ ആയിട്ടുണ്ട്. എന്തൊക്കെ തന്നെയാലും നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം കാണാം ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.